നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കൃഷി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിലെ പ്രവാസികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. പമ്പിംഗ് കോൺട്രാക്ടർമാർക്ക് 2022 മുതൽ 2024 വരെ ലഭിക്കാനുള്ള കുടിശ്ശിക തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പമ്പിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി ബോണസ് അഡ്വാൻസ് ഓഗസ്റ്റ് 5 മുതൽ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ബോട്ട് റേസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനം. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KCS മണി ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. KCS മണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ആലപ്പുഴ രാമവർമ്മ ഹാളിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, BA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കൃഷി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിദ്യാലയത്തിൽ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വിഷരഹിത പച്ചക്കറി സ്കൂൾ അങ്കണത്തിൽ വിളയിച്ച് വിദ്യാർത്ഥികൾക്ക് തന്നെ ഭക്ഷണമായി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പച്ചക്കറി കൃഷിക്കൊപ്പം ഓണക്കാലത്തെ വരവേൽക്കാൻ സ്കൂൾ അങ്കണത്തിൽ പൂക്കൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ MLA സലാം പച്ചക്കറി തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ സിമി ഷാഫി ഖാൻ, സ്കൂൾ പ്രിൻസിപ്പൽ MN സിനി, പ്രോഗ്രാം ഓഫീസർ നസീബ്, അധ്യാപിക രാജലക്ഷ്മി സന്തോഷ്, NSS യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര ബജറ്റിലെ പ്രവാസികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിലെ പ്രവാസികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPIM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കുന്ന പ്രവാസികളോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PT മഹേന്ദ്രൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംഘം ജില്ലാ സെക്രട്ടറി N മോഹൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി സമൂഹം, പ്രത്യേകിച്ചും കേരളത്തിലെ പ്രവാസി സമൂഹം, ആ സമൂഹത്തെയാണ് ഈ കഴിഞ്ഞ UPA ഗവൺമെന്റും കോൺഗ്രസിന്റെ ഗവൺമെന്റും BJPയുടെ ഗവൺമെന്റും പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അർഹതപ്പെട്ടത് തരുന്നത്, എല്ലാ സഹായവും ചെയ്യുന്നത്, നമ്മളെ പരിഗണിക്കുന്നത് എല്ലാം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ്. എന്താ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത്? നരേന്ദ്രമോദി ആദ്യമായിട്ട് ചെയ്തത് പ്രവാസികാര്യ വകുപ്പ് പോലും നിർത്തലാക്കുകയാണ് ചെയ്തത്. പ്രവാസികാര്യ വകുപ്പ് നിർത്തലാക്കിയെന്ന് മാത്രമല്ല, എയർ ഇന്ത്യയുടെയും വിമാനക്കൂലിയും വളരെ രൂക്ഷമായ രീതിയിൽ കൂട്ടുകയാണ് ചെയ്തത്. സംഘം ജില്ലാ ഭാരവാഹികളായ സഫീർ P ഹാരിസ്, സാബു വാസുദേവൻ, ഹാഷിം, ഷാജി അറഫ, ഉദയബാനു എന്നിവർ സംസാരിച്ചു. അന്യായമായ വിമാന നിരക്ക് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു.
പമ്പിംഗ് കോൺട്രാക്ടർമാർക്ക് 2022 മുതൽ 2024 വരെ ലഭിക്കാനുള്ള കുടിശ്ശിക തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പമ്പിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. പമ്പിംഗ് കോൺട്രാക്ടർമാരുടെ 2022 മുതൽ 2024 വരെയുള്ള കുടിശ്ശിക തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പമ്പിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിന് മുന്നിൽ ആദ്യ പുഞ്ച പമ്പിംഗ് ലേലം നടന്നുകൊണ്ടിരിക്കെയാണ് പമ്പിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. കോൺട്രാക്ടേഴ്സിന് നൽകേണ്ട തുക കുടിശ്ശിക വരുത്താതെ അതാത് വർഷം തന്നെ നൽകത്തക്ക വിധം സംസ്ഥാന ബഡ്ജറ്റിൽ ഓരോ വർഷവും 40 കോടി രൂപയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. മാത്രമല്ല ബി ഫോറം നൽകുന്നതിനുള്ള നടപടികൾ ലഘൂകരിക്കണമെന്നും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കല്ലുപാത്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 വർഷമായി പമ്പിംഗ് ജോലി ചെയ്തിട്ട് തുക ലഭിക്കാതെ കുടിശ്ശികയായി കിടക്കുന്ന പമ്പിംഗ് കോൺട്രാക്ടേഴ്സുമാരുടെ തുക അടിയന്തരമായി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2022 മുതൽ 2022 2024 ഓരോ വർഷം മുമ്പ് ജോലി ചെയ്ത് തീർത്ത ജോലി ചെയ്ത് തീർത്തതിന് ശേഷം കൊടുക്കുന്ന ബില്ലുകൾ 22 മുതൽ 21 ജോലി ചെയ്ത് തീർത്ത 22 ബില്ല് സമർപ്പിക്കുന്നു, 22 ജോലി ചെയ്ത് തീർത്ത 23 ബില്ല് സമർപ്പിക്കുന്നു, 23 ജോലി ചെയ്ത് തീർത്ത 24 ബില്ല് സമർപ്പിക്കുന്നു. ഇങ്ങനെ ബില്ലുകൾ സമർപ്പിച്ച കേവലം ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിന്റെ കീഴിൽ മാത്രം 28.5 കോടി രൂപയോളം കുടിശ്ശികയാണ്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ER രാജീവ് കുമാർ, ജോയിച്ചൻ കൊല്ലംപറമ്പിൽ, സിബിച്ചൻ തറയിൽ, ഭഗത് സിംഗ് കായൽച്ചിറ, സെക്രിയ പള്ളിച്ചിറ, സുധീർ എണ്ണൂറിൽ, തോമസ് ജോസഫ്, അബ്ദുൾ അസീസ് എന്നിവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി. കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 150ഓളം അംഗങ്ങൾ പ്രതിഷേധ സംഗമത്തിൽ സംബന്ധിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി ബോണസ് അഡ്വാൻസ് ഓഗസ്റ്റ് 5 മുതൽ നൽകി തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ബോട്ട് റേസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനം. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ബോട്ട് ക്ലബ്ബുകൾക്കുള്ള ബോണസിന്റെ അഡ്വാൻസ് തുക ഓഗസ്റ്റ് 5 മുതൽ നൽകി തുടങ്ങും. ബോട്ട് റേസ് കമ്മിറ്റിയുടെ ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, NTBR സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ MC സജീവ് കുമാർ, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഓഗസ്റ്റ് 5 മുതൽ 5 ദിവസം കൾച്ചറൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഹരിതചട്ടം പാലിച്ചാണ് ഇത്തവണ വള്ളംകളി നടത്തുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KCS മണി ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. KCS മണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും എന്നതായിരുന്നു വിഷയം. ആലപ്പുഴ രാമവർമ്മ ഹാളിലായിരുന്നു സെമിനാർ നടത്തിയത്. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KCS മണി ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. KCS മണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ആലപ്പുഴ രാമവർമ്മ ഹാളിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി G സുധാകരൻ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തി. അന്ന് അവിടെ നിന്ന് ഓടിപ്പോയ CP രാമസ്വാമി പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടേ 19 വർഷം കഴിഞ്ഞ ഏതോ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വിമാനത്ത് വന്നത് അത് പത്രത്തിൽ ഞാൻ വായിച്ചു. അന്ന് അവിടെ സ്ഥലം വിട്ടത് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ചരിത്ര സംഭവം തന്നെയാണ്, ഒരു ടേണിംഗ് പോയിന്റാണ്. അതിനെ നാം ചരിത്രത്തിൽ ഈ സമരങ്ങളുമായിട്ടാണ് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. RSP എന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടെ അദ്ദേഹം നടത്തിയ ഈ വീരസാഹസ്യകൃത്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരത്തെ തന്നെ ധാരാളം ജനങ്ങളെ കൂട്ടി നടത്തിയ കലാപങ്ങൾ, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് തന്നെ വായിക്കണം. അതാണ് ചരിത്രം. RSP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് R ഉണ്ണികൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബി രാജശേഖരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി, സംസ്ഥാന സമിതി അംഗങ്ങളായ അനിൽ ബി കളത്തിൽ, പി രാമചന്ദ്രൻ, ഗോവിന്ദൻ നമ്പൂതിരി, ഡി രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ജൂലൈ മാസം 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. അധ്യാപക മേഖലയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഉള്ള നിരവധി വിഷയങ്ങൾ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നിരവധി വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ മാർച്ച് നമ്മൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലേക്കാണ് സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്, ആലപ്പുഴ ജില്ലയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്. ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ CITU സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 11 സബ് ജില്ലയിൽ നിന്നുമായി 1500ഓളം അധ്യാപകർ മാർച്ചിലും തുടർന്ന് നടക്കുന്ന ധർണയിലും സംബന്ധിക്കുമെന്ന് ഭാരവാഹികളായ B അനിത, TJ അജിത്, ജിജോ ജോസഫ്, JA അജിമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കൃഷി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിലെ പ്രവാസികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. പമ്പിംഗ് കോൺട്രാക്ടർമാർക്ക് 2022 മുതൽ 2024 വരെ ലഭിക്കാനുള്ള കുടിശ്ശിക തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പമ്പിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി ബോണസ് അഡ്വാൻസ് ഓഗസ്റ്റ് 5 മുതൽ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ബോട്ട് റേസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനം. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KCS മണി ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. KCS മണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ആലപ്പുഴ രാമവർമ്മ ഹാളിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.